നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പ്രതിപാദിക്കുന്ന വിഷയം മുൻ വീഡിയോയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ചതുർരഞ്ജിനി എന്ന കൃതിയുടെ അനുചരണം ആണ്. ഈ ഭാഗത്തോടുകൂടി ഈ കൃതി പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഭാഗം ജനരഞ്ജിനി എന്ന് പറയുന്ന രാഗത്തിലാണ്. ജനരഞ്ജിനി എന്ന് പറയുന്ന രാഗം 29ാമത് മേളകർത്ത രാഗമായ ധീര ശങ്കരാഭരണത്തിൽ ജന്യമായിട്ടുള്ള ഒരു രാഗമാണ് ജനരഞ്ജിനി എന്ന് പറയുന്ന രാഗം. അപ്പോൾ ആ രാഗത്തിലുള്ള ഭാഗം നമുക്കൊന്ന് പാടാം. പാമര ജനപാലിനി ശൂലിനി പാപവിമോചനി പാവനി അംബ പാമര ജനപാലിനി ശൂലിനി പാപ വിമോചനി പാവനി ജനരഞ്ജനി 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 പാപ്പമരി ഗമപമരി ഗമപ നീ സദപ സദപ ദപമരി ഗമ പാപ്പമരി ഗമപമരി ഗമപ നീ സദപ സദപ ദപമരി ഗമ. ഇത്രയും സ്വരം പാടിയതിന് ശേഷം ഇതിനു മുൻപ് പഠിച്ച ഭാഗത്തെ സ്വരം, അതിനു മുൻപ് പഠിച്ച ഭാഗത്തെ സ്വരം, അങ്ങനെ പുറകോട്ട് ആ സ്വരങ്ങൾ പാടി പല്ലവിയിൽ വന്ന് നിന്നിട്ട് പല്ലവി ഭാഗം പാടി ഈ കൃതി അവസാനിപ്പിക്കുക. ഇങ്ങനെയാണ് ഈ കൃതി പാടേണ്ടത്. ഇപ്പോൾ ഈ കൃതിയുടെ 4 ഭാഗങ്ങളും പല്ലവി, അനുപല്ലവി, ചരണം, അനുചരണം എന്നീ 4 ഭാഗങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സംഗീതപരമായിട്ടുള്ള കൂടുതൽ അറിവുകൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു കൃതിയുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ നമസ്കാരം.